അങ്ങനെ നമ്മുടെ വിഷു ഇങ്ങ് എത്തിട്ടോ. ഇവിടെയൊക്കെ എങ്ങനെയാന്ന് വെച്ചാലേ അമ്പലത്തിൽ നിന്ന് കണി കൊണ്ടുവരും. പ്രശാന്തേട്ടനും കൂട്ടുകാരൊക്കെ കൂടിയിട്ട് തലേ ദിവസം അമ്പലത്തിൽ പോയി കിടക്കും. അവരവിടെ എഴുന്നേറ്റ് കണി കണ്ട് അവിടെ നിന്ന് കണിയെടുത്ത് നാട്ടുകാരൊക്കെ കാണിക്കാൻ കൊണ്ടുവരും. നമ്മൾ മീശമാധവൻ സിനിമയിൽ കണ്ടിട്ടില്ലേ കണി കാണിക്കാൻ കൊണ്ടുപോണത്, അതുപോലെ. ഇപ്പോഴും ഇതുപോലെ എല്ലായിടത്തും ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴും. അങ്ങനെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന കണിയും നമ്മൾ ഒരുക്കിയ കണിയും എല്ലാം കണ്ട് എല്ലാവരും വിളിച്ചെഴുന്നേപ്പിച്ച് കാണിച്ച് പിന്നെ അടക്കളയ്ക്ക് കടന്നു കേട്ടോ. അടുക്കളയിൽ ഇന്ന് ചിറ്റിയും അമ്മയാണ് കേട്ടോ അദ്ദേഹം. രാവിലത്തെ പുട്ടും കടലൊക്കെ ഉണ്ടാക്കി ഉച്ചക്കത്തേക്കുള്ള സദ്യക്കുള്ള പ്രിപ്പറേഷനിലാണ് അവര്. മാമ്പഴക്കറിയും എല്ലാം അവരുണ്ടാക്കി കേട്ടോ. പിന്നീട് അങ്ങോട്ട് വിഷുക്കൈ നീട്ടം കൊടുക്കലും വിഷുക്കൈ നീട്ടം വാങ്ങലും കാലത്തൊട്ട് തൊഴലും അനുഗ്രഹം വാങ്ങലും ഇത് തന്നെയായിരുന്നു കേട്ടോ. വിഷുക്കൈ നീട്ടം എത്ര രൂപയാന്നുള്ളതല്ല കേട്ടോ. വിഷു എന്ന് പറയുമ്പോ വിഷുക്കൈ നീട്ടം കൊടുക്കുക വാങ്ങുക, അത് എത്ര രൂപയാന്ന് നോക്കിയിട്ടല്ല, അതിന്റെ മൂല്യം വലുതാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലായിരുന്നു ഈ വിഷു വരുന്നത്. അപ്പോഴല്ലേ കുറെ പൈസ നമ്മുടെ കയ്യിൽ കിട്ടുക. കുഞ്ഞിതിലൊക്കെ അച്ഛനും അമ്മയൊക്കെ വാങ്ങിച്ചെടുക്കും. ഇത്തിരി വലുതാവുമ്പോ തൊട്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കും. അതുപോലെ തന്നെ ഇവർ ഇത്ര നാള് വിഷുക്കൈ നീട്ടം കിട്ടുമ്പോ എന്റെ കയ്യിൽ തരാറുണ്ട്. ഇപ്പൊ അവര് കുടുക്കയിലൊക്കെ ഇട്ട് വെക്കുകയാണ് കേട്ടോ സൂക്ഷിച്ച്. കുഴപ്പമില്ല, നല്ലൊരു ശീലാണല്ലോ. അപ്പൊ ഞാനത് എന്നാ കുടുക്കയിൽ ഇട്ടോളാൻ പറയുകയും ചെയ്തു. ആദ്യം തന്നത് വിജയമാമനായിരുന്നു കേട്ടോ. നേരത്തെ തന്നത് അച്ഛനും. ഇത് അമ്മയാണ് കേട്ടോ എന്റെ അമ്മ. എനിക്കും മക്കൾക്കും ചേട്ടനും എല്ലാവർക്കും വിഷുക്കൈ നീട്ടം തരികയാണ്. ഇതാണ് കേട്ടോ തൻവിക്കുട്ടി, എന്റെ ചിറ്റയുടെ മോളുടെ കുട്ടിയാണ്. ഇത് അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് കേട്ടോ. അതിന്റെ ഇടയിൽ ഒരു ചുള്ളൻ ഇവിടെ ഇരുന്ന് പുട്ടും കടലയും കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ചിറ്റയുടെ മോൻ അഖിലുട്ടൻ. ഇതാണ് കേട്ടോ ചിറ്റ ദാ എല്ലാവർക്കും വിഷുക്കൈ നീട്ടം കൊടുക്കുകയാണ്. അമ്മ ചിറ്റയ്ക്കും കൊടുക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചേട്ടന്റെ വീട്ടിൽ പോയി തറവാട്ടിൽ പോയിട്ട് ഊണൊക്കെ കഴിച്ചു. അച്ഛനും അമ്മയ്ക്കൊക്കെ വിഷുക്കൈ നീട്ടമൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾക്കൊരു പാലുകാച്ചൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പ്രശാന്തേട്ടൻ തന്നെ പണിത വീടാണ്, വയലൂർ തന്നെയാണ്. അങ്ങനെ ദേ പാലൊക്കെ തളച്ച് പൊന്തിയിട്ടോ. ഞങ്ങൾ അങ്ങനെ ആ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വീട്ടിലേക്ക് എത്തി. ഞങ്ങൾ ചേട്ടന്റെ വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചത് കൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും സദ്യയൊക്കെ കഴിച്ചു. ഇതാണ് നമ്മുടെ ജ്യോതിഷ് ബ്രോ. എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴാട്ടോ അവൻ വന്നത്. അങ്ങനെ ജ്യോതിഷിനും വിഷുക്കൈ നീട്ടമൊക്കെ കൊടുത്ത് അവനോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ട ചേച്ചി വേണ്ടാന്ന് കുറെ പറഞ്ഞു. പിടിച്ചിരുത്തി ഞാൻ കഴിപ്പിച്ചു. ഉറക്കം കഴിഞ്ഞ് അമ്മൂട്ടി എത്തിയിട്ടുണ്ട്. അവസാനം ഇവിടെ കലം വരെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ എപ്പോഴും എണീക്കാവും. ജ്യൂസ് ഉണ്ടാക്കിയിട്ട് പിന്നെ പാത്രം കഴുകണാണ്. അപ്പോൾ മാംഗോ ജ്യൂസ് അടിച്ചു കൊടുത്തിട്ട് കരിമ്പ് ജ്യൂസാന്ന് പറഞ്ഞ് കുടിക്കണം. നമസ്കാരം. ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ബാക്കി വന്ന സേമിയോ പായസം ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ ഫ്രീസർ